ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ്, ചർച്ചാണെങ്കിൽ ചർച്ചിൻ്റെ ബിഷപ്പുമാരാണ്, പള്ളിയാണെങ്കിൽ പള്ളിയുടെ പൗരന്മാരാണ്. അതിൻ്റെ അവസാനത്തെ വാക്ക് അവരുടെ വാക്കാണ്. അതല്ലാതെ കോടതിക്ക് അതിനകത്ത് ഇടപെടാനും പോലീസിന് ഇടപെടാനും സർക്കാരിന് ഇടപെടാനും സാധിക്കുന്ന ഒരു പൊതു വിഷയമല്ല ഭക്തി, ക്ഷേത്രം, പള്ളി, ചർച്ച്. അതുകൊണ്ട് ഇതിനകത്ത് പോരായ്മകൾ എന്തുണ്ടെങ്കിലും ആർക്കും ചൂണ്ടിക്കാണിക്കാം, അത് നമ്മൾ തിരുത്തും. ഏറ്റവും ഭദ്രമായ, കോടതിക്ക് പോലും ഇടപെടാൻ സാധിക്കാത്ത വിധം ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് UDFന്റെ ഭാഗത്തു നിന്ന് ആത്യന്തികമായി ഉണ്ടാവുക എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാം. മുഖ്യമന്ത്രി വിമർശിച്ചുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് താങ്കൾക്കെതിരെയുള്ള പരാമർശത്തിൽ എന്ന് പറയുന്നത്. ആ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണ് ആരാണ് ഈ ഗൂഢാലോചന? ആ വിഷയത്തിലോട്ട് പോകാൻ ഇപ്പൊ താല്പര്യമില്ല. ഓരോന്നിനും അവസാനിപ്പിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ താല്പര്യമില്ല. അല്ല, അത്തരത്തിലൊരു വിമർശനം നടത്താൻ പാടില്ലാത്ത ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്നാണോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇവിടെ പിണറായി വിജയൻ തന്നെ അംഗീകരിച്ചല്ലോ. അതിന് പരിഹാര നടപടിയായല്ലോ. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൈറ്റിൽ അദ്ദേഹം പുനഃപരിശോധന കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? നല്ല കാര്യമല്ലേ? 18 കോടി രൂപ ഒരു വർഷം ചെലവഴിച്ചപ്പോൾ ആ ചെലവഴിച്ച ഫ്ലൈറ്റിന് വേണ്ട എന്ന് അദ്ദേഹം മൊത്തത്തിൽ അംഗീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. അപ്പൊ എന്റെ ഒരു വിമർശനം കൊണ്ട് അങ്ങനെ ഒരു റിസൾട്ട് കേരളത്തിൽ ഉണ്ടായില്ലേ? ഖജനാവിലെ 18 കോടി ലാഭിക്കാൻ സാധിച്ചു എന്നൊരു വലിയ കാര്യമല്ലേ? അതിനുമപ്പുറത്ത് ആ വിവാദം പെട്ടെന്ന് ഒതുക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രമാണ്. അത്തരം ഒരു ബോധം APCCക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ വിമർശിച്ചത് വലിയ തെറ്റായിട്ടാണോ? ഇല്ല, ഇപ്പോഴങ്ങനെ പ്രചരണമില്ല. ആ പ്രചരണം 2 ദിവസത്തെ ആയുസേ ഉണ്ടായിട്ടുള്ളൂ. 2 ദിവസത്തെ ആയുസ് കൊണ്ട് എല്ലാ ആളുകളും തിരുത്തിയെന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, പാർട്ടി പ്രവർത്തകന്മാരുടെ വികാരങ്ങൾ ഏഷ്യാനെറ്റ് നടത്തിയ സർവേ നിങ്ങളൊക്കെ മുമ്പിലുണ്ടല്ലോ. ഇത്രയൊക്കെ ആയിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ അനുഭാവമുള്ള 87% ആളുകൾ എന്റെ നിലപാടിനെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത ഒരു നടപടിയും എടുത്ത തീരുമാനവും ശരിയാണെന്നതിന്റെ ഏറ്റവും വലിയ റെക്കോർഡല്ലേ. ആ അഭിപ്രായമൊന്നും എനിക്കില്ല. വ്യക്തികളുടെ കുറ്റങ്ങൾ പാർട്ടിയുടെ കുറ്റങ്ങളായി കാണാൻ എനിക്കൊട്ട് താല്പര്യമില്ല. ഞാനൊരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ആ പ്രസ്ഥാനത്തിന്റെ അസ്തിത്വമാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തുഴയാൻ ഒരു പ്രതിസന്ധിയും ഒരു പ്രതിബന്ധവും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അതിനെയൊക്കെ മറികടന്ന് മുമ്പോട്ട് പോകും. അതിനകത്ത് വിമർശിക്കുന്നവരുണ്ടാകാം, സ്വാഗതം ചെയ്യുന്നവരുണ്ടാകാം, അനുകൂലിക്കുന്നവരുണ്ടാകാം, എതിർക്കുന്നവരുണ്ടാകാം. ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതൊന്നും എന്റെ പ്രവർത്തനത്തെയോ എന്റെ വിശ്വാസത്തെയോ ബാധിക്കില്ല എന്നതാണ് യാതൊരു. തുടർന്നോട്ടെ, അല്ല, ഞാൻ പറയേണ്ടതല്ല. ഞാൻ പറയേണ്ട കാര്യം അത് വിമർശനമായിട്ട് എന്തിനാണ് കാണുന്നത്? ഞാൻ പറയേണ്ടുന്ന കാര്യങ്ങൾ അകത്ത് പറയേണ്ടത് അകത്ത് പറയും, പുറത്ത് പറയേണ്ടത് പുറത്ത് പറയും. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ പാർട്ടിക്കകത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർക്കും ഇന്നലെയും ഇന്നും അനുഭവിക്കുന്നതാണ്. ജനാധിപത്യ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടാവും, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും. അത് നമുക്കത് നിശ്ചയമായി സ്വാഭാവികത. ഞാൻ കോൺഗ്രസിന്റെ UDFന്റെ എതിരാളിക്കെതിരെ ഞാൻ നടത്തിയ ഒരു വിമർശനത്തിന് പാർട്ടിക്കകത്തുനിന്ന് വിമർശനം വന്നാൽ ആർക്കാ നോക്കാത്തത്? ആർക്കാ വേദനിക്കാത്തത്? അതുകൊണ്ട് പക്ഷെ അത് പരിഹരിച്ചു എന്നതിൽ ഞാൻ തൃപ്തനാണ്. ആ തെറ്റ് മനസ്സിലാക്കാനും അത് തിരുത്താനും പാർട്ടിക്ക് സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടി. ഞാൻ അങ്ങനെ ആരും ഒരു നേതാവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓരോ ആളുകൾക്ക് ഓരോ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാടുണ്ടാകാം. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, അത് അവസാനം പാർട്ടി തീരുമാനിക്കുന്നത് ഏതാണ് ശരി ഏതാ തെറ്റ്. അഭിപ്രായം ഉണ്ടാകാം, അഭിപ്രായം ഉയർത്താം, അതിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു പൊതുപ്രശ്നമല്ല എന്നാണ്. ഒരു രാഷ്ട്രീയ എതിരാളിക്കെതിരെ നമ്മളെല്ലാം വിമർശിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം അർഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ഒരു വിമർശനം ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ് ഇവിടുത്തെ വിഷയം. ഞാൻ നിങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് നോക്കി ഒരു രാഷ്ട്രീയ പ്രയാണം നടത്തുന്നതാണല്ല. ഏത് വിഷയത്തിലും എനിക്ക് പറയാനുള്ളത് തുറന്നു പറയും. അതൊക്കെ എൻ്റെ KPCC അധ്യക്ഷൻ സ്ഥാനത്തിന് തടസ്സമാകുമെങ്കിൽ എനിക്കത് ദുഃഖമില്ല. ഞാൻ ആക്കുകയും എന്നേക്കാൾ കൊള്ളാത്ത ഒരാൾ പാർട്ടിക്കകത്തില്ല എന്ന
എന്നൊരു വിചാരമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നേക്കാൾ കഴിവും പ്രാപ്തിയുള്ളവരൊക്കെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ദാരിദ്ര്യമില്ല. ആരുമാവാം, പക്ഷേ ചലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കീഴിലെ പാർട്ടിക്ക് സക്രിയമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നൊരു യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ച് ആർക്കും പരാതിയൊന്നുമില്ല. KPCC അധ്യക്ഷ നിലക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്താ പരാതിയില്ല. പക്ഷെ പരാതി എന്ന് പറയുന്നത് കുറേ കൂടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോഴുള്ള സാഹചര്യത്തെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പാർട്ടി മെക്കാനിസം ഒന്ന് റീവൈറ്റലൈസ് ചെയ്യണമെന്ന് മാത്രമാണ്. അതെന്റെ അഭിപ്രായം മാത്രമല്ല, പാർട്ടിയിലെയും മുന്നണിയിലെയും നേതാക്കന്മാരും പ്രവർത്തകന്മാരും ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് അതിനകത്തങ്ങനെ വേറൊന്നും വേണ്ട. പ്രതിപക്ഷ നേതാവിന്റെ കാഴ്ചപ്പാടിലുള്ള അഭിപ്രായം പറഞ്ഞു, മുല്ലപ്പള്ളിയുടെ കാഴ്ചപ്പാടുള്ള അഭിപ്രായം പറഞ്ഞു. അത്രയും അതിനകത്തൊരു തരംതിരിച്ച് തായും മേലുമാക്കാൻ ആവശ്യമില്ല. അതിനൊന്നും ആ വലയിലൊന്നും ഞാൻ പോവില്ല. ഇത് ഒഴിവാക്കേണ്ട പ്രസ്താവനയായിരുന്നു ആദ്യം ചെന്നിത്തല പറയുന്നു. താങ്കൾ പ്രഷറൈസ് ചെയ്തുകൊണ്ട് മാറ്റി പറയുന്നു. അതിനെ പറഞ്ഞില്ലേ, അതിന്റെ മേലെ എന്തിനാ ചെയ്യുന്നത്? അതിവിടെ കഴിഞ്ഞു, അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അദ്ദേഹം അത് തിരുത്തി, അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അവിടെ ആ വിഷയം തീർന്നു. പാർട്ടിക്കകത്തിന് ഇതിന്റെ പുറത്തൊരു വിഷയം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഐക്യത്തോടെ ഒരുമിച്ച് പോകേണ്ടുന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനകത്ത് എന്റെ അഭിമാനം അല്ലെങ്കിൽ എന്റെ വിശ്വാസവും എന്റെ കാഴ്ചപ്പാടും മാത്രം വെച്ച് മറ്റുള്ള കൂട്ടത്തിൽ വേദനിക്കുന്ന കമന്റുകൾ നടത്തി അവരെ മനസ്സ് വേദനിപ്പിക്കാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ താങ്കൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായി, പക്ഷേ ഒരു ലോങ് റണ്ണിൽ തിരിച്ചറിയാവില്ല. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾക്കെതിരെ ഒരു ശക്തമായ എതിരാളികൾ ഒരുക്കുണ്ടാവും തോന്നുന്നില്ല? അല്ല, അതുണ്ടാവും. കോൺഗ്രസിനകത്ത് എപ്പോഴും ഞാൻ ഇതിന്റെ കണ്ണൂരില് DCCന്റെ പ്രസിഡന്റായ കഥ നിങ്ങളെ പത്രക്കാരിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. രണ്ട് ഗ്രൂപ്പുള്ള സ്ഥലത്ത്, രണ്ട് ഗ്രൂപ്പുകാരും ഒരുമിച്ച് തന്നെ എതിർത്തിട്ടാണ് ഞാൻ കണ്ണൂർ DCCന്റെ പ്രസിഡന്റ് ആകുന്നത്. ഓർമ്മ വേണം നിങ്ങൾക്ക്. എന്റെ കരുത്ത്, എന്റെ ശക്തി എന്റെ പ്രവർത്തകരാണ്. എന്നെ ഉൾക്കൊള്ളുന്ന എന്റെ പ്രവർത്തകർ, എന്റെ പ്രവർത്തന ശൈലിയെ ഇഷ്ടപ്പെടുന്നവർ അവരാണ് ആത്യന്തികമായ വാക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്, ജനാധിപത്യം കോൺഗ്രസിനകത്ത് കൊണ്ടുവരണം. ജനാധിപത്യ സമ്പ്രദായത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനകത്ത് കൊണ്ടുവരണം. ഞാനിത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിനെ കണ്ടപ്പോൾ കൂടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, any contribution to the Congress party, that is the internal democracy. We given the democracy to the country, but unfortunately a party like Congress, inside the party there is no democracy. So rectify. That will be your great contribution to the party. ഞാൻ ഈ കഴിഞ്ഞ മിഞ്ഞാണ് പോലും അദ്ദേഹത്തോടെ സംസാരിച്ചിട്ടുണ്ട്. Whenever I see, ഞാൻ എപ്പോൾ നേതാക്കന്മാരെ കാണുമ്പോഴും ഞാനത് പറയാം, ഇതിനകത്ത് ജനാധിപത്യം വേണം. ജനാധിപത്യം ഉണ്ടെങ്കിൽ ഈ പാർട്ടിയെ തടുത്തു നിർത്താനും ഒരു ശക്തി ഇന്ത്യയിൽ സാധിക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ജനാധിപത്യം ഇല്ലാത്തതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദുരന്തം. പുതിയ എനിക്കിപ്പം തന്നെ ചുമതല ഉണ്ടല്ലോ. പിന്നെ പുതിയ ചുമതലയുടെ കാര്യം സംസാരിക്കേണ്ടത്. ഞാനിപ്പോൾ വർക്കിംഗ് പ്രസിഡന്റാണ്. എനിക്ക് അതിൻ്റെതായ വർക്ക് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും പാർട്ടിക്കകത്തുണ്ട്. ഏത് പ്രവർത്തനം എടുക്കാനുള്ള ചുമതല ഏൽപ്പിക്കാനുള്ള അവകാശം KPCC അധ്യക്ഷനുണ്ട്. അത് ഏറ്റെടുക്കാനുള്ള മനസ്സെനിക്കുണ്ട്. അതിനൊന്നും ഇവിടെ തടസ്സമില്ലല്ലോ. എനിക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാതൊന്നും ഞാനൊരു പരാജയപ്പെട്ടില്ലല്ലോ. KPCC അധ്യക്ഷനാക്കുന്നതിന് കേരളത്തിലെ ഏതെങ്കിലും നേതാവ് തടസ്സമായി? അതല്ല പാർട്ടിക്കകത്തുള്ള കാര്യമാണ്. അതൊന്നും ഇങ്ങനെ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യമല്ല. അതൊക്കെ ഞങ്ങൾ അഭ്യന്തര കാര്യമാണ്. അത് അകത്ത് വെച്ച് നിങ്ങൾ സംസാരിക്കും. കണ്ണൂരിൽ നിന്നുള്ള നേതാവാണോ അങ്ങനെ തടസ്സമായി? വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാം. ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. രാഹുൽ ഗാന്ധി കണ്ണൂർ പറയുന്നു. ഈ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം ഈ KPCC നേതൃത്വം മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ പലതവണ സുധാകരന്റെ പേര് ഉയർന്നു വരികയും ഇപ്പോഴും KPCC നേതൃത്വം മാറുന്നു എന്നുള്ള ഒരു ചർച്ച ഓണാണോ അതോ അദ്ദേഹം അടങ്ങും? അല്ല, അതിപ്പം ആ തീരുമാനം വരണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി അടുക്കണം. പക്ഷെ ഇന്ന് അങ്ങനെ മാറാനുള്ള ഒരു തീരുമാനത്തിലല്ല പാർട്ടി, മാറ്റാനുള്ള തീരുമാനത്തിലല്ല പാർട്ടി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഗുണം ചെയ്തുകൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യത്തിൽ അല്ല ഞങ്ങള് സമരം ചെയ്തു. ഞാനൊക്കെ അറിയാതെ നിങ്ങൾക്ക് വിശ്വാസ സംരക്ഷണ യാത്രയൊക്കെ നടത്തി. ഞാൻ ഈ ശബരിമല വിഷയത്തിനകത്ത് വളരെ സക്രിയമായ ഒരാളാണ്. ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് ഞാനാണ് ആദ്യത്തെ സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ ഞാനാണ് ആദ്യത്തെ പിടിപൊട്ടിച്ചത് കണ്ണൂരിൽ നിങ്ങൾക്കറിയാം. അതിനുശേഷമാണ് ബാക്കിയുള്ള ആളുകളും ആ വഴിയിലേക്ക് വന്നത്.
ശബരിമല നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾ, അതിന് ഭക്തജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമില്ല. CPM പഴയ CPM അല്ല. CPM-ന്റെ അടുത്തും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട്. ആ ഭക്തജനങ്ങളുടെ ഒക്കെ വിചാരങ്ങളുടെ സംരക്ഷണമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് നടത്തിയ നമ്മുടെ സമരങ്ങളും പ്രചരണങ്ങളും ഒക്കെ ആ പ്രചരണം സാധൂകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പ്രചരണം ഒക്കെ നടത്തിയിട്ടും ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സമരമുഖത്ത് ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ച് സമരം ചെയ്തെങ്കിൽ പോലും അത് തിരുത്താനുള്ള ഭരണഘടനാപരമായ നടപടി ഇതുവരെ കേന്ദ്രം കയ്യിൽ ഉണ്ടായിട്ട് പോലും BJPക്ക് സാധിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇടതുപക്ഷോട്ട് ചെയ്തില്ല. ഇടതുപക്ഷം നമ്മൾ കൊടുത്ത അഫിഡവിറ്റ് മാറ്റി അവരുടെ പുതിയ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ ഭക്തജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും കോടതിക്കും പോലീസിനും സർക്കാരിനും വിധേയമാകുന്ന നടപടിയിലേക്കാണ് അവർ പോയത്. മറിച്ചത് തിരികെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. അതിനകത്ത് പോരായ്മകൾ ഉണ്ടാകാം, അത് തിരുത്താം. ശബരിമല വിധിയെ ആദ്യം സ്വാഗതം ചെയ്യുന്ന AICC ആണ്. അതിന് ട്വീറ്റ് ഉണ്ട്. ശബരിമല വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് AICC ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നൗഫലിന്? കോൺഗ്രസിന്റെ ഒരു വലിയ നേതൃത്വം അത് ആദ്യം അങ്ങനെയായിരുന്നു. ഹൈക്കോടതി സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിരുന്നു. അത് തിരുത്തിക്കൊണ്ടുള്ള പ്രസ്താവന വന്നത് ആദ്യം എന്റെ വായിൽ നിന്നാണ്. ഞാനെടുത്തൊരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിന്റെ ശേഷമാണ് നമ്മുടെ ഭാഗത്ത് സംസ്ഥാന തലത്തിലും കേന്ദ്രത്തിലും ഒക്കെ മാറ്റുന്നത്. അതിനുശേഷമാണ്. അതെന്റെ പൗറായിട്ടല്ല പറയുന്നത്. അതെന്റെ പൗറായിട്ടോ അല്ലെ എന്റെ വലിയ ഇതായിട്ടല്ലേ പറയുന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അതിന്റെ വിധിയുടെ പകർപ്പും കോപ്പിയും കിട്ടിയപ്പോഴാണ് ആ വിധിക്കകത്തുള്ള പൊള്ളത്തരത്തെ കുറിച്ച് പലർക്കും ബോധ്യം വന്നത് എന്താണ് സത്യം. ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള ഒരു കേസ് അത് നിയമനിർമ്മാണം സാധ്യമാണ്. ഭരണഘടനാ ബെഞ്ച് തന്നെ നിയമനിർമ്മാണം നടത്തിയുണ്ടാക്കിയതല്ലേ. അപ്പൊ നിയമനിർമ്മാണം നടത്തുന്ന ഒരു സഭക്കും അതോറിറ്റിക്കും അവർ എന്ത് ചെയ്യാനും എന്ത് മാറ്റാനും അവരെ തിരുത്താനും ഒക്കെ അധികാരം ഉണ്ടാവില്ലേ. പാർലമെന്റൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ആണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു മാനിഫെസ്റ്റോയിൽ ഈ വിഷയം ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ടല്ലേ ഭരിക്കുന്ന ഭരണകൂടം അത് മാറ്റം ചെയ്യാനുള്ള തയ്യാറുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു മാനിഫെസ്റ്റോ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ചെയ്തില്ലെന്ന് മാത്രമല്ല, അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഗവൺമെന്റ് നേരത്തെ എടുത്ത നടപടിയിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ആ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കണ്ടേ? അത് ഞങ്ങളെ അറിയിക്കണമെങ്കിൽ നമ്മൾക്ക് വേണം ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയണ്ടേ. ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ ശബരിമലയിൽ ഈ നടപടിക്ക് ഇപ്പോഴത്തെ കോടതി വിധി അംഗീകരിച്ചു പോകുന്ന സംസ്ഥാന ഭരണകൂടത്തെയും കേന്ദ്ര ഭരണകൂടത്തെയും വിമർശിക്കുമ്പോൾ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് എന്ന് ജനം സ്വാഭാവികമായി ചോദിക്കൂലേ? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളെ ഈ കണ്ടുകഴിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട LDF അവർ ഈ ശബരിമലയിൽ ഇപ്പോഴും തുടരുന്ന ഈ നയം അവർക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിലും തിരിച്ചടിക്കിടയാക്കില്ലേ? അതിലിപ്പോ ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നതിൽ ഞാൻ എന്തിനാ ദുഃഖിക്കുന്നത്? കോൺഗ്രസ് ഉൾപ്പെടെ പല പ്രമുഖ നേതാക്കളും അതിനെ അംഗീകരിച്ച സമയത്ത് ആ വിധിയുടെ പോരായ്മ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാട്ടുകയും ഒരു വിശ്വാസയുടെ പക്ഷത്തിൽ നിന്ന് ആ വിധിയെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് താങ്കൾ. ഈ കരട് നിർമ്മാണത്തിൽ താങ്കളുടെ പങ്കെടുത്താണ്? ഇല്ല, കരട് പത്രിക ഞാൻ അത് എന്റെ കയ്യിലത് ഇന്നലെ കിട്ടിയുള്ളൂ. ഞാനത് വായിച്ച് പഠിച്ച് അതിനുശേഷം ആവശ്യമായ ഭേദഗതി ഇൻ റിട്ടേൺ ഐ വിൽ സബ്മിറ്റ് പറഞ്ഞു. ഇന്നലെ MP ഗോവിന്ദന്റെ ഒരു പ്രസംഗമുണ്ട്. പക്ഷേ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ സാഹചര്യത്തിൽ നിലനിൽക്കില്ല. ഇന്ത്യയിൽ ഹിന്ദുക്കളാണ് ആദ്യം ഉള്ളത്, അതുകൊണ്ട് വിശ്വാസികൾ ഉൾക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അദ്ദേഹം ജനത്തോട്, ഈ ലോകത്തിലെ തൊഴിലാളി വർഗത്തോട് മാപ്പ് പറയണം. വൈരുദ്ധ്യാത്മക ഭൗതികവാദം നിലനിൽക്കില്ല ഇന്ത്യയിൽ എന്ന തിരിച്ചറിവ് ഗോവിന്ദ മാഷ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ മാഷ് ഈ കാലമത്രയും ആ മൂഢവിശ്വാസവും കൊണ്ട് തൊഴിലാളികളെ വഞ്ചിച്ചതിനും ഈ രാജ്യത്തെ ജനതയോട് മാപ്പ് പറയണം ഗോവിന്ദ മാഷും CPM-ഉം. പറഞ്ഞാൽ മാത്രം പോരാ, അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാൽ മാത്രം പോരാ. ആ പ്രസ്താവനയുടെ ദുരന്തം അനുഭവിച്ച തൊഴിലാളികളുണ്ട് ഈ രാജ്യത്ത്, ലക്ഷം ആളുകൾ. ആ ലക്ഷം ആളുകളോട് മാപ്പ് പറഞ്ഞ് തിരുത്തുന്നു എന്ന് അദ്ദേഹം പറയണം. അതാണ് ആണത്തമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചങ്കൂറ്റം. ഇതൊരു അടവ് നയമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അടവ് നയം, അതിലെന്താ അടവ് നയം? സ്വയം പരാജയം ഏറ്റുവാങ്ങുന്നത് ഏറ്റുപറയുന്ന ഒരു നേതാവിന് അത് തെരഞ്ഞെടുപ്പിൽ എന്താ അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് മൈനസ് അല്ലാതെ? വിശ്വാസികളെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ ഭാവിയിൽ തിരുത്തൽ തയ്യാറാകാം. അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അവര്, അത്രയൊന്നും പോയിട്ടില്ലല്ലോ. എഴുതാപ്പുറത്തിനാണ് അവർ വായിക്കുന്നത്.
അയാൾ പറഞ്ഞാൽ മാത്രം വായിച്ചാൽ പോലെ. അല്ല, അങ്ങനത്തെ ഒരു ഈ കോൺടെക്സ്റ്റിൽ അയാൾ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ ഒക്കെടുക്കുന്നത് ഭയങ്കര കഴിവില്ല. ഈ കോൺടെക്സ്റ്റിൽ സ്വകാര്യ സംഭാഷണം ഉണ്ടാകും. ഈ കോൺടെക്സ്റ്റിൽ പിന്നെ എന്തായാലും പ്രസക്തിയുള്ളത് അദ്ദേഹത്തോടാ ചോദിക്കേണ്ടത് പ്രസക്തി എന്താണ്? അദ്ദേഹം അത് ശബരിമല വന്ന് ഇതിന്റെ എന്റെ പ്രസ്താവനയിലെ ചർച്ചയിൽ അദ്ദേഹം ഒരു വാക്ക് മാറ്റി പറയാൻ ശ്രമിച്ചു. കൊട്ടി, ചെത്ത് എന്നുള്ളത് കൊട്ടി എന്നാക്കാൻ ശ്രമിച്ചു. ഞാനത് ശരിക്കും കേൾക്കുന്നു. ഞാനത് ഒബ്സർവ് ചെയ്ത് നിൽക്കുക. അവൻ അദ്ദേഹത്തിന് ഫോണിൽ വിളിച്ച് പറയണം വിചാരിച്ചു. ഫോൺ വിളിച്ച് പക്ഷേ കിട്ടിയില്ല. അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ. മുസ്ലിം ലീഗിനെതിരെയുള്ള മതമൗല്യവാദ ആരോപണ പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയമായി നിന്നത്. ഇപ്പോൾ ശബരിമല വരുന്നു. ഈ ഇലക്ഷനിൽ രാഷ്ട്രീയം എന്നുള്ളത് മാറി ഒരു പ്രചാരണ അജണ്ടയായിട്ട് ഈ മതവും വിശ്വാസവും ഒക്കെ കയറി വരികയാണ്. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് മതവും വിശ്വാസവും ഏറ്റവും പരമപ്രധാനം തന്നെയാണ്. അതിന്റെ പുറത്ത് നടന്ന ആഭ്യന്തര കലാപം ഇന്ത്യയിൽ മറ്റൊരു വിഷയത്തിലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ കലാപങ്ങൾ നടന്നത് മുഴുവൻ ഈ മതവിശ്വാസത്തിനോടനുബന്ധമായ വിഷയങ്ങളിലാണ് എന്ന സത്യം നമ്മൾ മാറ്റുന്നത്. ഇന്ത്യയിൽ നടന്ന ഓരോ കലാപവും നിങ്ങൾ കണക്ക് കൂട്ടുക. സിഖ് കലാപം മുതൽ ഇങ്ങോട്ട് എല്ലാം കണക്ക് കൂട്ടുക. എല്ലാ കലാപവും ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുമോ എന്ന് ആശങ്ക പരത്തിയ കലാപങ്ങളാണ് ഇതെല്ലാം. ബാബരി മസ്ജിദ് തകർന്നപ്പോഴും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ എടുത്തു പറയാനുണ്ട്. അപ്പോ അത് ഇന്ത്യയെ സംബന്ധിച്ച് ആത്മീയവാദം നിലനിൽക്കുന്ന ഇന്ത്യ കരുത്ത് അതൊരു വലിയ വിഷയം തന്നെയാണ്. പരമമായ വിഷയമാണ്. വലിയ വിശ്വാസികൾക്കൊക്കെ അത് കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ. അങ്ങനെ അതിനെ ആത്മാവിന്റെ അംശമായി കൊണ്ടു നടക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ ആത്മീയതയ്ക്ക് തന്നെയാണ് പ്രാധാന്യവും പ്രാമുഖ്യം. അത് നമ്മുടെ സമൂഹത്തെ പഠിക്കുന്ന ആളുകൾക്കെല്ലാം അത് ബോധ്യം. അത് ഇപ്പോഴാ മനസ്സിലായെന്ന് മാത്രം ഗോവിന്ദ മാഷ് 40-45-50 കൊല്ലായി ഗോവിന്ദ മാഷ് രാഷ്ട്രീയത്തിൽ. അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബുദ്ധി വന്നത്. വേറെ ബുദ്ധി വന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അദ്ദേഹത്തിന്റെ ഇതപര്യന്തമുള്ള കമ്മ്യൂണിറ്റി ജീവിതത്തിൽ ജനങ്ങളോട് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പഠിപ്പിച്ച് നടന്ന ഒരു ആചാര്യനാണ് അദ്ദേഹം. CPM-ന്റെ പാർട്ടി ക്ലാസുകളിൽ പങ്കെടുക്കുന്ന ആളാണ് അദ്ദേഹം. എല്ലാ പാർട്ടികളെയും ഔദ്യോഗികമായി ഇതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനം ചെയ്ത് പ്രവർത്തകരെ അണികളെ ബോധ്യപ്പെടുത്തുന്ന ഒരാളാണ് അദ്ദേഹം. കേവലം മാഷല്ല. ആ അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണിത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം നടത്തില്ല എന്ന്. അപ്പൊ അദ്ദേഹം ഇത്രയും കാലം തെറ്റിദ്ധരിപ്പിച്ച് ജനത്തെ, സമൂഹത്തെ, തൊഴിലാളികളെ ഈ പാതയിൽ കൊണ്ടു നടന്നത് അദ്ദേഹം ലോകത്തോട്, നാടോട്, തൊഴിലാളികളോട്, ഇന്ത്യക്കാരോട്, മലയാളികളോട് ആപ പറയട്ടെ. ആ മര്യാദ കൂടെ കാണിച്ചാൽ ഗോവിന്ദൻ മാഷ് പൂർണ്ണനായി. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ പറ്റി പുനർവിചിന്തനം നടത്തുന്നതോടെ CPM വർഗ സമരത്തിൽ നിന്നും വർഗ സമന്വയം എന്ന കാഴ്ചപ്പാടിലേക്ക് മാറുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് തന്നെയാണല്ലോ ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണം. അത് മനസ്സിലായില്ലേ? തൊഴിലാളി വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ തൊഴിലാളി വർഗത്തിന് എന്ത് കിട്ടി എന്നാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം അതാണ്. ഒരു തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി 18 കോടി രൂപ ചിലവഴിച്ച് വിമാനത്തിൽ പറക്കുന്നതിനെ കുറിച്ചാണ് എന്റെ വിഷയം. അദ്ദേഹം തിരുത്താൻ തീരുമാനിച്ചില്ലേ? മുഖ്യമന്ത്രിക്ക് നേരത്തെ ആവുന്നില്ലേ? മാറാമെന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലെങ്കിൽ എന്റെ ആ ഒരു വിമർശനത്തിന് ആ ഒരു റിസൾട്ടെങ്കിലും കേരളത്തിന് ഉണ്ടായി എന്നതിൽ എനിക്കൊന്ന് അഭിമാനിച്ചു. ഇനി എത്ര വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ ഒരു തോന്നലുണ്ടാവുമോ എന്നുള്ളത് ശരിയാവോ തെറ്റാവോ അതാണ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. അല്ല, എനിക്ക് എന്റേതായ അഭിപ്രായം. എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ സംശയമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളോട് പറയും. സംശയമുള്ളത് നിങ്ങളൊക്കെ പറയുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു ചോദിച്ചോളൂ, ഞാനിത് പുറകെ പറഞ്ഞില്ലല്ലോ. സമൂഹം പ്രധാനമായിട്ട് ചർച്ച ചെയ്തൊരു കാര്യം, താങ്കൾക്ക് തൊഴിലാളി വർഗത്തിൽ നിന്ന് വന്ന ഒരാളെ ഇപ്പൊ മുതലാളിമാരെ പോലെ പെരുമാറുന്നത് അതിനെ വിമർശിക്കണം. പക്ഷെ ഈ ചെറുതാരൻകാരന്റെ മകൻ നിരന്തരം പറയുന്നതിലൂടെ എന്താ പറഞ്ഞ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തിനായി ബേജാറ്? ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ അത് സ്വയം സംബന്ധിച്ചു അഭിമാനമാണെന്നാണ് പറഞ്ഞത്. ഞാനും അത് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കക്കൂസ് പണിയെടുക്കുന്ന ഒരു ജോലി എടുത്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിക്ക് ജോലി അഭിമാനമാണ്. ഏത് തൊഴിലായാലും അധ്വാനിച്ച് ജീവിക്കുക, ഏത് തൊഴിലെടുത്ത് ജീവിക്കുക, അതിനേക്കാളേറെ ഒരു വ്യക്തിക്കുള്ള അഭിമാനം എന്താ? അതിലെന്താ ദുരഭിമാനത്തിന് അടിസ്ഥാനം? എന്തിനാ ദുരഭിമാനം അതിന്? പക്ഷെ മുഖ്യമന്ത്രി എന്റെ ഇത്ര താമസിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ചൊവ്വാഴ്ച പറഞ്ഞ എന്റെ പ്രസംഗത്തിന്, ചൊവ്വാഴ്ച തന്നെ ചാനലിൽ വന്നൊരു പ്രസംഗത്തിന് CPM-കാർ മറുപടി പറയുന്നത് വ്യാഴാഴ്ചയാണ്. അത് ഓർക്കണം നിങ്ങൾ.
ആനത്തലവട്ടം ആനന്ദനാണ് ആദ്യത്തെ പ്രതികരണം നടത്തിയത് വ്യാഴാഴ്ചയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് വെള്ളിയാഴ്ചയാണ്. അപ്പോ ഇത്ര താമസം വേണമായിരുന്നോ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ എന്റെ സത്യവും കൊള്ളാൻ? അതാ ചോദ്യം. ഈ ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് അണികളിൽ നിന്ന് വലിയ സൈബർ ആക്രമണം നേരിടുന്നു. അതൊക്കെ മൂടി ഞാൻ ഷാനിമോൾ ഉസ്മാനെ കുറിച്ചൊന്നും പരാമർശിക്കാനുള്ള താല്പര്യം നമുക്കില്ല. അങ്ങനെയല്ല, നിങ്ങൾ അണികൾക്ക് നിങ്ങൾ ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണോ? എന്ത് വേണമെങ്കിൽ പറഞ്ഞെന്നുള്ളത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അവരത് കത്തയച്ചിട്ട് പോസ്റ്റ് കാർഡിന്റെ ഓഫീസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് ഷാനിമോൾ ഉസ്മാനെ പറഞ്ഞോളും, ഷാനി ഉസ്മാനെ പറഞ്ഞു പറയുന്നതെങ്കിലും ഒരു ആഹ്വാനം നൽകാലോ, താങ്കളുടെ പാർട്ടിയുടെ നേതാവില്ലേ? അങ്ങനെ ആരും ഇപ്പൊ പറയുന്നില്ല. അതെല്ലാം അങ്ങനത്തെ ഒരു വികാരത്തിന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ ഒരു വികാരത്തിന് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടാവും. അതൊരു സ്വാഭാവികമായ പ്രതികരണം. വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. താങ്കളുടെ അറിവോടുകൂടി തന്നെ എനിക്ക് ശക്തി കുറവൊന്നുമില്ല. അല്ല, KSRB എന്നൊന്നും പറഞ്ഞ അങ്ങനെ ഒരു പട്ടാളമൊന്നുമില്ല. അത് എന്നോട് സ്നേഹമുള്ളവരെ പിള്ളേര് അങ്ങനെ KS ബ്രിഗേഡ് 39 രാജ്യത്തുണ്ട്. 39 രാജ്യത്ത്, നൈജീരിയ വരെ ഉണ്ട് ഈ സംഭവം. അതിപ്പോ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇല്ല, ഉണ്ടാക്കണ്ടെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. പൊളിറ്റിക്സല്ലേ. ഇലക്ഷൻ നന്നായിട്ട് ഇലക്ഷൻ ഡൽഹിയിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. 3 മാസം കൂടി ഇലക്ഷൻ നീട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത കിട്ടുന്നുണ്ട്. ഡൽഹി കിട്ടുമെന്നറിയില്ല. നീട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. നീട്ടിയാലും നീട്ടിയില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ ആയുധങ്ങളും ഞങ്ങളെ പണിപ്പുരയിൽ ഞങ്ങൾ ആയുധപ്പുരയിൽ സജ്ജമാണ്. കണ്ണൂരും അഴീക്കോടും തമ്മിൽ വെച്ചുമാറുന്നുണ്ടോ ലീഗും കോൺഗ്രസും? അത് പത്രം നിങ്ങളെ വിളിച്ച് പറയും അങ്ങനെ ഒരു തീരുമാനം വന്നാൽ. ഇപ്പൊ തീരുമാനമില്ല. അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ കുടുംബത്തിൽ ആരെങ്കിലും മത്സരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം ആലോചിക്കുന്നുണ്ട്? രാഷ്ട്രീയ തീരുമാനമൊക്കെ അങ്ങനെ പലതും ഉണ്ടാകും. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ സീക്രസി ഉണ്ട്. അതിങ്ങനെ മാധ്യമങ്ങളിൽ വിളമ്പേണ്ട കാര്യമാണ്, അല്ലല്ലോ. ഈ മലയോര മേഖലയിലുള്ള കോൺഗ്രസിനിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ? നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ അഭ്യന്തര പ്രശ്നങ്ങളും ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ടുണ്ട്. ഇനി 2 നിയോജക മണ്ഡലം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാൻ നാളെയും മറ്റന്നാളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജനാധിപത്യ പാർട്ടിക്കകത്ത് സ്വാഭാവികമാണ്. കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ഇല്ല. CPM BJP ഒന്നും അല്ലല്ലോ. BJP കേഡർ പാർട്ടി എന്ന് പറയുന്നത് BJP അകത്ത് നടക്കുന്ന ആ കക്ഷി ദ്രോഹ വ്യത്യാസം എത്രയാ? CPM അകത്തില്ലേ, പുറത്തു വരുന്നില്ല എന്നല്ലേ ഉള്ളൂ. അകത്ത് വലിയ കലാപില്ലേ? എന്തെല്ലാം കലാപുണ്ട്. എന്താ അപ്പൊ പി ജയരാജൻ മത്സരിപ്പിക്കും എന്നാരും പറയാത്തത്? ഈ ജയരാജൻ എന്താ നേതൃസ്ഥാനത്ത് എത്തിക്കാത്തത്? അല്ലെങ്കിൽ ഒരു നല്ല ജനപിന്തുണ ഏതാവില്ലേ? അപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ജനാധിപത്യ പാർട്ടിക്കകത്ത് ആ അഭിപ്രായ വ്യത്യാസം പുറത്തു വരും. കേരള പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം പുറത്തു വരില്ല. അത്ര വ്യത്യാസമുണ്ട്. അതുപോലെ നിലവിലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബാങ്കിലേക്ക് നേരത്തെ ഡെയിലി വേജസിൽ എടുത്ത യാതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയും നടത്താതെ നേരിട്ട് നിശ്ചയിച്ച 1856 ആളുകളെ പെർമനന്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത പുറത്തുവന്നിരിക്കുന്നു. ഈ ആളുകളൊക്കെ ഇടതുപക്ഷത്തിന്റെ ക്രിമിനൽ ഗുണ്ടകളാണ്. ഒരു നിയമനത്തിന്റെ പ്രാഥമികമായ ഒരു കാര്യവും നിർവഹിക്കാതെ ഡെയിലി വേജസിൽ എടുത്തവരെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്ത് ജോലിക്ക് കാത്തിരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ടുന്ന ചാൻസ് നഷ്ടപ്പെടുത്തി പാർട്ടി ഗുണ്ടകൾക്ക് അവസരമുണ്ടാക്കാൻ പോകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നടപടികൾക്കെതിരെ UDF ആഞ്ഞടിക്കും. ഞങ്ങളതൊരു വലിയ വിഷയമാക്കി മാറ്റും. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഈ തീരുമാനത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം. ഇത് തൊഴിൽ രഹിതരോട് കാണിക്കുന്ന ക്രൂരതയാണ്. തൊഴിലവസരം കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കുള്ള ജോലി നിഷേധമാണ്. ഇത് തികഞ്ഞ പക്ഷപാതപരമായ രാഷ്ട്രീയ തീരുമാനമാണ്. സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെന്റിന് സാധിക്കണം. അർഹതപ്പെട്ടവർക്ക് ജോലി കിട്ടാൻ സാധിക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയയിലൂടെ മാത്രമേ ഈ ഒഴിവ് നികത്താവൂ എന്ന് ഇടതുപക്ഷ സർക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.
ഈ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രധാനപ്പെട്ട 3 പേരുടെ കൃഷി വിദഗ്ധരുടെ മാർക്കറ്റ് അത് മാറ്റിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുന്ന കോൺഗ്രസ് സംശയമുണ്ട്. അത് ഇടപെട്ടു എന്നുള്ളത് ഉറപ്പല്ലേ? ഇടപെടാണ്ട് പിന്നെ അതിനകത്തുള്ള 3 പേർ എല്ലാ നിബന്ധനകൾക്കും വിരുദ്ധമായാണ് നിയമനം എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്താ? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നടത്തിയൊരു നിയമനത്തിനകത്ത് ആ നിയമനത്തിന് തിരഞ്ഞെടുപ്പ് സമിതിയിലെ 3 പേർ പച്ചയായി പറയാണ് ഒരു മാനദണ്ഡമില്ലാതെയാണ് അവർ രജിസ്ട്രേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? എത്ര ആളുകൾക്ക് എത്ര കുടുംബക്കാർക്ക് പിൻവാതിലുള്ള നിയമനം കൊടുത്തു ഈ സർക്കാർ? PSCയെ നോക്കുകുത്തിയാക്കിയ ഒരു സർക്കാരല്ലേ? അർഹതപ്പെട്ട 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം നിഷേധിച്ചൊരു ഗവൺമെന്റ് അല്ലേ? പാർട്ടിയും ബന്ധുത്വവും നോക്കി നിയമനം കൊടുത്ത ഇതുപോലത്തെ ഒരു സർക്കാർ, ഇടതുപക്ഷ സർക്കാരിൽ വേറൊരു സർക്കാരില്ല, ഇടതുപക്ഷ സർക്കാരിൽ പോലുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ തകർക്കലാണോ ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യം? PSC തകർന്നില്ലേ? കോപ്പി അടിച്ചവർക്ക് റാങ്ക് കിട്ടിയില്ലേ? കോപ്പി അടിച്ചവർക്ക് റാങ്കിലൂടെ ജോലി കൊടുത്തില്ലേ? ഇത്രയും നിർലജ്ജമായ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലും ഉദ്യോഗത്തിലും കാണിക്കുന്ന ഒരു സർക്കാർ ഇവിടെ വേറെ സർക്കാരാണ്. ഏതിനാണ് അവർക്ക് പ്ലസ് പോയിന്റ്? ഒന്നിനും പ്ലസ് പോയിന്റ് ഇല്ലാത്തൊരു ഗവൺമെന്റാണ്. എല്ലാം മൈനസ് പോയിന്റാണ്. ആ മൈനസ് പോയിന്റ് ഓരോന്നായി ഞങ്ങൾ വെളിച്ചത്ത് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഞങ്ങളുടെ ആയുധം തന്നെ അതാണ്. അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ മാത്രം വെച്ച് ഈ രാജ്യത്തെ ജനഹിതത്തെ ഞങ്ങൾ അഭിമുഖീകരിക്കും. കഴിഞ്ഞ തളിപ്പറമ്പിലെ UDFന്റെ യാത്രയിൽ 400 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതേ തളിപ്പറമ്പിൽ ആരോഗ്യമന്ത്രി അടക്കം 3 മന്ത്രിമാർ പങ്കെടുത്ത പരിപാടിയിൽ ആൾക്കൂട്ടുണ്ടായിട്ട് നടപടി ഉണ്ടായില്ല. കോൺഗ്രസ് ലീഡർക്ക് പ്രതിഷേധം നടത്താൻ പറ്റാത്തത്. നല്ല പ്രതിഷേധം നടത്തി, അവിടെ നല്ല പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി, മേലെ മുഖ്യമന്ത്രിയോടും DGPയോടും ഒക്കെ പരാതി പറഞ്ഞു. അന്വേഷിക്കാമെന്ന് DGP പറഞ്ഞു. അന്വേഷണം നടത്തട്ടെ, എന്ന തീരുമാനം വരട്ടെ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. ഇവിടെ 2 പൗരന്മാരാണ്, 2 നിയമമാണ്, 2 നിയമം, 2 പൗരന്മാർ. അതല്ല, അതിലൊന്നല്ലേ ഞാൻ ഈ പറഞ്ഞത്. സ്വന്തം ആളുകൾക്ക് എന്തും ചെയ്യാൻ, സ്വന്തം ആളുകൾക്ക് എന്ത് വൃത്തികേടനും കൂട്ടി നിൽക്കാൻ ഭരണത്തെ ദുരുപയോഗം ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ഗവൺമെന്റ് ലോകത്തിൽ എവിടെയാണ്? അതിൽ ഏറ്റവും പ്രധാനമല്ലേ ഈ ജോലിയുടെ പ്രശ്നം. കേസ് അവിടെ നിൽക്കട്ടെ, കൂട്ടം കൂടിയതിന്റെ കേസ് അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരു സെക്കൻഡറിയാ. ഇതൊരു അസ്തിത്വത്തിന്റെ പ്രശ്നമല്ലേ? തൊഴിലവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അസ്തിത്വത്തിന്റെ പ്രശ്നമല്ലേ? അതിനെയല്ലേ പരസ്യമായി വെല്ലുവിളിച്ച് പരിഹരിച്ച് സ്വന്തക്കാർക്ക് വേണ്ടി ഒത്തുതിരിയാൻ ഭരണത്തെ ദുരുപയോഗം ചെയ്യുന്നത്? ശരിയാണോ? സർക്കാരിന്റെ അവസാന കാലത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇത്രയും ഗുണത്തോടെ സ്ഥിര നിയമനം നടത്തുന്നു എന്നുള്ളത് തുടർന്ന് ഉണ്ടാവില്ല എന്ന് സർക്കാർ തന്നെ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. അതൊക്കെ തോന്നുന്നു എനിക്ക്. ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്തൊക്കെ ഇടപെട്ട സർക്കാരിന്റെ സമീപനം ഏതാണ്ട് അവരുടെ മനസ്സിനകത്ത് ഒരു ജനവിശ്വാസവും ജനങ്ങളുടെ വികാരവും ഒക്കെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കിഡ്സ് അബായാസ്, ബ്രൈഡൽ അബായാസ്, അറേബ്യൻ ടോപ്പുകൾ, ഇമ്പോർട്ടഡ് ഷോളുകൾ, ഹിജാബുകൾ, ഇന്നർവെയറുകൾ, മറ്റ് ലേഡീസ് ആക്സസറീസുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകളും മോൾ ഓഫ് അബായാസിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മോൾ ഓഫ് അബായാസ് ദുബായ്.com, പെരിന്തൽമണ്ണ, മഞ്ചേരി and Kannur. Visit Mall of Abayas Dubai Facebook and Instagram pages for more.